ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു, ബോട്ടിൽ കയറിയിട്ട് പാടത്ത് പോയത്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. ഞങ്ങൾ പോകുമ്പോൾ പെട്രോൾ വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ 1 ലിറ്റർ പെട്രോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് പോയപ്പോൾ. ഏകദേശം മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. കുറച്ചും കൂടി നേരത്തെ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് യാത്രയൊക്കെ ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ നേരെ പാടത്ത് ചെന്നു. പാടത്ത് നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ മഴ ആയപ്പോൾ നല്ല വെള്ളം വന്നിട്ടുണ്ട്. ഇതാണ് കാക്കാൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇവരെ വീടിൻ്റെ നേരെ ബാക്കിൽ തന്നെയാണ് പാടം വരുന്നത്. ഇവരെ വീട്ടിലൊന്നും വെള്ളം കയറിയിട്ടില്ല. തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് ഇവർ കുറച്ചൊന്നും എകരത്തിലായതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് വെള്ളം വന്നിട്ടുള്ളൂ. പക്ഷെ നന്നായിട്ട് പാടത്തേക്ക് നല്ല ഇറങ്ങിയിട്ട് നല്ല വെള്ളമുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഞങ്ങൾക്ക് ഇതൊക്കെ സെറ്റാക്കി തരാണ് ബാക്കിലിരുന്ന് പോവാൻ. ഈ ബോട്ട് ഉണ്ടാക്കിയിട്ട് ഏകദേശം 2 വർഷമായി എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിന് നല്ല ഫ്രെയിമൊക്കെ അടിച്ച് 2 സൈഡിലും ക്യാനൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. 2 സൈഡിലായിട്ട് ഏകദേശം 5 വീതം വെച്ചിട്ടുണ്ട്. അങ്ങനെ അടിയിലും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 10-12 ക്യാനോളം ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മോട്ടർ, പിന്നെ ഗ്രാസ് കട്ടർ മോട്ടർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ പെട്രോൾ ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ ബോട്ടൊക്കെ റെഡിയാക്കി വെള്ളത്തേക്ക് ഇറക്കി. അപ്പോഴൊക്കെ നല്ല മഴയൊക്കെ പെയ്തിട്ട് പിന്നെ അവരെ ഏട്ടൻ അവിടെ വലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മീനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ കയറി. അപ്പോൾ കയറുമ്പോൾ ഇതിൽ ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കമ്പിമ്പോൾ മാത്രം ചവിട്ടി കയറുക, ആ ക്യാൻ വെച്ചിട്ട് നേരെ നടുവിലായിട്ട് ചവിട്ടി കയറാനൊക്കെ. അങ്ങനെ കുറേ സേഫ്റ്റി ഒക്കെ പറഞ്ഞു തന്നെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറിയൊക്കെ ഇരുന്നതിൽ അവൻ്റെ മേലെ മഴ കൊള്ളാതെയൊക്കെ ഒരു ചെറിയൊരു ഷീറ്റ് കെട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളൊരു ബോട്ട് യാത്ര പോലെ തന്നെ അടിപൊളിയായിരുന്നു. പക്ഷേ അവർ വീട്ടിലുണ്ടാക്കിയാലും അതിലൊരു സെറ്റപ്പിൽ വണ്ടിയാണ്. ഞങ്ങൾ 3 പേര് പിന്നെ അവരെ ഫ്രണ്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ മോട്ടോർ ഓൺ ആക്കിയതിന് ശേഷം അവരെ ഏട്ടന് പിറകുന്നൊന്ന് പുഷ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നേരെ അത് ബോട്ട് പോയി തുടങ്ങിയിട്ട്. ഇതാണ് ബോട്ടിൻ്റെ ഫ്രണ്ട് കേട്ടോ. അവിടെ സൈക്കിളിൻ്റെ പെഡലുണ്ടായിരുന്നു. മേ ബി അത് പെഡൽ സ്പോട്ടായിട്ട് ഉപയോഗിക്കാനാവും, എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ നല്ല ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ അടിപൊളിയായിരുന്നു. നല്ല പുഴയിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ കടലിലൊക്കെ പോയൊരു ആ ഒരു ഇതായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലും അവരെ ഫ്രണ്ട് ബാക്കിലും ആണ് ഇരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ സൗണ്ട് കേട്ടിട്ട് കരയിലുള്ളവർക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ട് പള്ളിക്കുന്നൊക്കെ. കാക്ക അവിടെ നിന്ന് നേരെ വെള്ളത്തേക്ക് എടുത്ത് ചാടി. ഞാൻ നീന്തിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടുക്കിലായി പോയി. കാക്ക പറഞ്ഞ് നിന്ന് നോക്കിയപ്പോൾ പറഞ്ഞ് 2 ആൾക്കുള്ള വെള്ളമുണ്ട്. പിന്നെ നല്ല വെള്ളമാണ്, കാരണം ഒഴുക്കുണ്ടല്ലോ, ഇപ്പോൾ നല്ല മഴയല്ലേ പെയ്യുന്നത്. ആ ഒഴുക്കിലുള്ള വെള്ളമായതുകൊണ്ട് നല്ല ഫ്രഷ് വെള്ളമാവും. പക്ഷേ കുട്ടികൾക്കും എനിക്കൊരു പകുതി നീന്തൊക്കെ അറിയുള്ളൂ. ആ വെച്ചൊന്നും അതിൽ പറ്റൂല. അങ്ങനെ ഞങ്ങൾ നേരെ നീന്തി പോകുന്നത്. അപ്പോൾ ഈ വീട്ടിലൊന്നും നല്ല വെള്ളം കയറിയിട്ട് അവിടെ നിന്ന് ആരുമില്ല കേട്ടോ. പിന്നെ നേരെ കരയ്ക്ക് പോയി. നേരെ കരയിൽ പോയി അടുപ്പിച്ച്. അപ്പോഴേക്കും അവരുടെ ഫ്രണ്ടിൻ്റെ മക്കളൊക്കെ അവിടെ കാത്തിക്കുന്നുണ്ട്. ഞാനും മോനും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഏതെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സജഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ.